നമസ്കാരം. ഇറാനിൽ പ്രക്ഷോഭം ആളിക്കത്തുകയാണ്. ഒന്നും രണ്ടുമല്ല, 500-ലധികം പേരാണ് ഇതുവരെ മരണപ്പെട്ടത്. കൊല്ലപ്പെടുന്നവരുടെയും രോഗികളുടെയും പരിക്കേറ്റവരുടെയും എണ്ണത്തിലുണ്ടായ വർധന അതീവ ആശങ്കാജനകമാണ്. ടെഹ്റാനിലെ ഉൾപ്പെടെ നിരവധി ആശുപത്രികളിലെ അടിയന്തര വിഭാഗങ്ങളിൽ മൃതശരീരങ്ങൾ അടുക്കി വെച്ചിരിക്കുന്ന നിലയിലാണ്. വടക്കൻ ഇറാനിലുള്ള ഒരു ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം മാത്രം 70-ലധികം മൃതദേഹങ്ങളാണ് എത്തിച്ചത്. മോർച്ചറി നിറഞ്ഞതിനു ശേഷം ആശുപത്രിയുടെ പ്രാർത്ഥനാ മുറിയിൽ മൃതദേഹങ്ങൾ അടുക്കി വെച്ചതായും റിപ്പോർട്ടുകളുണ്ട്. നിരവധി യുവ പ്രക്ഷോഭകരെ വെടിയേറ്റ ഗുരുതര പരിക്കുകളോടുകൂടിയാണ് ടെഹ്റാനിലെ ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിൽ എത്തിച്ചവരിൽ ഏകദേശം 40ഓളം പേർ ഉടൻ തന്നെ മരണപ്പെട്ടു. അടിയന്തര ചികിത്സാ വിഭാഗത്തിൽ എത്തിയ ഉടനെയായിരുന്നു പലരുടെയും മരണം. യുവാക്കളുടെ തലയിലും ഹൃദയത്തിലും നേരിട്ട് വെടിയേറ്റു. ഇറാൻ ഭരണകൂടത്തിന് ശക്തമായ താക്കീതാണ് ഇപ്പോൾ ട്രംപ് നൽകുന്നത്. ഇറാനിലെ സൈനിക നടപടി ചർച്ച ചെയ്യാൻ ഉന്നത ഉദ്യോഗസ്ഥരുമായി ട്രംപ് ഉടൻ കൂടിക്കാഴ്ച നടത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്. പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും ഇറാൻ ഭരണകൂടം അടച്ചുപൂട്ടുമ്പോഴാണ് ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് സാങ്കേതിക വിദ്യ വലിയ പ്രതീക്ഷ പ്രക്ഷോഭകർക്ക് നൽകുന്നത്. ഇന്റർനെറ്റ് നിരോധിച്ചിട്ടും മറ്റ് സാങ്കേതിക വിദ്യകൾ വഴി ഇറാനിലെ യുവാക്കൾ ലോകത്തിനു മുന്നിൽ തത്സമയ ദൃശ്യങ്ങൾ എത്തിക്കുന്നത് ഭരണകൂടത്തിന് വലിയ തലവേദനയാണ് ഉണ്ടാക്കുന്നത്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള സൈനിക നടപടി ഇറാനെതിരെ ഉണ്ടായാൽ ഇറാൻ ഉടൻ തന്നെ തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പും നൽകുന്നുണ്ട്. യുഎസിന്റെ എല്ലാ സൈനിക കേന്ദ്രങ്ങളും യുദ്ധ കപ്പലുകളും ആയിരിക്കും ആദ്യം ആക്രമിക്കുകയെന്നും ഇറാൻ പാർലമെന്റ് സ്പീക്കർ താക്കീത് നൽകി കഴിഞ്ഞു. ഇറാൻ ഭരണകൂടത്തിനെതിരായ പ്രക്ഷോഭം 3-ാം ആഴ്ചയിലേക്ക് കടന്നതോടെ രാജ്യത്തുടനീളം 10,600-ലധികം ആളുകളാണ് അറസ്റ്റിലായത്. 1979-ലെ ഇസ്ലാമിക് വിപ്ലവത്തിലൂടെ പുറത്താക്കപ്പെട്ട ഷാ മുഹമ്മദ് റിസ പഹ്ലവിയുടെ മകനാണ് റിസ പഹ്ലവി. കഴിഞ്ഞ 40 വർഷത്തിലേറെയായി അമേരിക്കയിൽ പ്രവാസ ജീവിതം നയിക്കുന്ന അദ്ദേഹം ഇറാനിലെ നിലവിലെ ഭരണകൂടത്തിനെതിരെ നടക്കുന്ന പ്രതിഷേധങ്ങളിൽ സജീവമായി തന്നെ ഇടപെടുന്നുണ്ട്. താനുടൻ ഇറാനിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുകയാണെന്ന് റിസ പഹ്ലവി വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കി കഴിഞ്ഞു. ഇറാനിലെ ജനകീയ വിപ്ലവത്തിന്റെ വിജയവേളയിൽ ജനങ്ങളോടൊപ്പം നിൽക്കുമെന്നും ആ ദിനം വളരെ അടുത്തായെന്നുമാണ് പഹ്ലവി പറഞ്ഞു വെക്കുന്നത്. ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ ലക്ഷ്യമിട്ട് സമ്മർദ്ദം വർദ്ധിപ്പിക്കാനും പൊതുസ്ഥലങ്ങൾ തിരികെ പിടിക്കാനും പഹ്ലവി ജനങ്ങളോട് ആഹ്വാനം ചെയ്തിരുന്നു. ഗതാഗതം, എണ്ണ, വാതകം, ഊർജം തുടങ്ങിയ പ്രധാന മേഖലകളിലെ തൊഴിലാളികളോട് രാജ്യവ്യാപകമായി സമരങ്ങളിൽ പങ്കുചേരാനും അദ്ദേഹം നിർദ്ദേശം നൽകിയിരുന്നു. യുഎസിൽ കഴിയുന്ന പഹ്ലവി പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാനും ശ്രമിക്കുന്നുണ്ട്. പഹ്ലവിയുടെ ഈ പ്രഖ്യാപനം ഇറാനിലെ രാഷ്ട്രീയ മാറ്റത്തിന്റെ ഒരു പുതിയ ഘട്ടത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇത് പ്രതിഷേധക്കാർക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ചിതറിക്കിടക്കുന്ന പ്രതിഷേധക്കാരെ ഒന്നിപ്പിക്കാൻ ഒരു പൊതു നേതാവെന്ന നിലയിൽ റിസ പഹ്ലവിയുടെ കടന്നുവരവ് നിർണായകമാണ്. തെരുവിലെ പ്രതിഷേധങ്ങൾക്കപ്പുറം രാജ്യത്തിന്റെ സാമ്പത്തിക നട്ടെല്ലായ എണ്ണ, വാതക മേഖലകളിൽ തൊഴിലാളികൾ പണിമുടക്കിലേക്ക് നീങ്ങുന്നത് ഭരണകൂടത്തെ കടുത്ത പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ ഒരു വലിയ യുദ്ധത്തിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഇറാൻ തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈലുകൾ അമേരിക്കൻ താവളങ്ങൾക്കും ഇസ്രായേലിനും നേരെ ഉന്നം വെക്കുമ്പോൾ ട്രംപിന്റെ നേതൃത്വത്തിലുള്ള നീക്കങ്ങൾ ഈ മേഖലയിലെ ഭൂപടം തന്നെ മാറ്റി വരച്ചേക്കാം. ഇറാനിലെ തെരുവുകളിൽ നിന്നുയരുന്ന പ്രതിഷേധാഗ്നി ഒരു ഭരണകൂടത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. നൂറുകണക്കിന് ജീവനുകൾ പൊലിയുമ്പോഴും പിന്തിരിയാൻ തയ്യാറാക്കാത്ത പ്രക്ഷോഭകാരികൾക്ക് റിസ പഹ്ലവിയുടെ മടങ്ങുവരവ് പ്രഖ്യാപനം വലിയ പ്രതീക്ഷയും ആവേശവുമാണ് നൽകുന്നത്. അമേരിക്കയുടെ സൈനിക നീക്കങ്ങളും ഇലോൺ മസ്കിന്റെ ഇന്റർനെറ്റ് സഹായവും യാഥാർത്ഥ്യമായാൽ അത് ഇറാന്റെ ഇപ്പോഴത്തെ ഭരണകൂടത്തിന്റെ അന്ത്യത്തിന്റെ തുടക്കമാകും. എന്നാൽ ഇറാന്റെ പ്രത്യാക്രമണ ഭീഷണികൾ പശ്ചിമേഷ്യയെ ഒരു വലിയ യുദ്ധമുനമ്പിലേക്ക് തള്ളിവിടാനുള്ള സാധ്യതയും നിലനിൽക്കുന്നതാണ്. ഏകാധിപത്യത്തിനും അടിച്ചമർത്തലുകൾക്കും എതിരെ ഇറാനിലെ ജനത നടത്തുന്ന ഈ പോരാട്ടം വിജയിക്കുമോ അതോ രക്തരൂക്ഷിതമായ മറ്റൊരു ചരിത്രമായി മാറുമോ എന്ന് വരും ദിവസങ്ങളിൽ ലോകത്തിന് കാത്തിരുന്ന് കാണേണ്ടി വരും.